ഹലോ ഫ്രണ്ട്സ്, സുഖമാണോ എല്ലാവർക്കും? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. ഞാൻ ഹാപ്പി ആയിട്ടിരിക്കുന്നു. കുറേ ദിവസമായി ഇങ്ങനെ ഇരുന്ന് സംസാരിച്ചിട്ട്. ലൈവൊക്കെ വരാറുണ്ട്, പക്ഷെ ഇപ്പോൾ ലൈവും കുറച്ചായി ഞാൻ വന്നിട്ട് ടൈം കിട്ടുന്നില്ല. അതാണ് സത്യമായിട്ടുള്ള ജെന്യൂൻ ആയിട്ടുള്ള റീസണാണ് കേട്ടോ, ടൈം കിട്ടുന്നില്ല എന്നുള്ളത്. അപ്പോൾ നിങ്ങൾ ചോദിക്കും, സൺഡേ ആയിട്ടും ഇന്നലെ ടൈം ഉണ്ടായിരുന്നില്ലേന്ന്. സത്യമായിട്ടും ഇല്ല, അതാണ് സത്യം. അപ്പോൾ ഞാൻ ഇന്ന് വന്നത് എന്താണെന്നറിയോ, എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട 10 ഗാനങ്ങൾ സെലക്ട് ചെയ്യാൻ ഭയങ്കര പ്രയാസമായിരുന്നു. പഴയ പാട്ടുകൾ കേട്ടോ, 10 ഗാനങ്ങൾ ഞാൻ സെലക്ട് ചെയ്തിട്ടുണ്ട്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട, നിങ്ങൾക്കും ഇഷ്ടപ്പെട്ട, എനിക്ക് നന്നായിട്ട് അറിയാം. അപ്പം ഞാൻ അതിൻ്റെ ഡീറ്റെയിൽസ്, ഫിലിം ഏതാണ്, പാടിയതാരാണ്, ലിറിസിസ്റ്റ് എഴുതിയതാരാണ്, മ്യൂസിക് ഡയറക്ഷൻ, ഇതൊക്കെ ഞാൻ ഗൂഗിളിൽ നോക്കി പറ്റാവുന്നത്ര കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. കുറേയൊക്കെ എനിക്കറിയായിരുന്നു, ചിലതൊന്നും അറിയണ്ടായിരുന്നില്ല. അറിഞ്ഞപ്പോൾ ആശ്ചര്യം തോന്നി, ഇതെഴുതിയത് ഇദ്ദേഹമാണോ എന്നൊക്കെ ആശ്ചര്യം തോന്നി. അധികം നീട്ടുന്നില്ല കേട്ടോ, ഞാൻ സ്റ്റാർട്ട് ചെയ്യാം, അല്ലെങ്കിൽ വീഡിയോ അങ്ങനെ ലെങ്തായിട്ട് പോകും. എൻ്റെ കത്തി ഒരുപാട്, ഞാൻ സംസാരിക്കാൻ തുടങ്ങിയാൽ നിർത്തില്ല, അതുകൊണ്ടാണേ. ഫസ്റ്റ് പാട്ട്, ഫിലിം ഏതാണെന്നറിയോ? മൂടുപടം. മ്യൂസിക് ഡയറക്ഷൻ നമ്മുടെ ബാബുക്ക, എഴുതിയത് ഭാസ്കരൻ മാഷ്, പാടിയത് എസ് ജാനകി. പിടികിട്ടിയിട്ടുണ്ടാവും, അറിയുന്നവർക്ക് പെട്ടെന്ന് പിടികിട്ടും. ഏതാ പാട്ടെന്നറിയോ? തളിരിട്ട കിനാക്കൾ തൻ താമരമാല വാങ്ങാൻ വിളിച്ചിട്ടും വരുന്നില്ല വിരുന്നുകാരൻ. ആ പാട്ടാണ് ഫസ്റ്റ് പാട്ട്. അയ്യോ, എനിക്ക് ഏറ്റവും, ഞാനിങ്ങനെ വെറുതെ ഇരിക്കുമ്പോൾ മൂളുന്ന പാട്ടാണ്, അതിലൊരു പാട്ടാണ്. പാട്ടുകൾ ഇത് ഇങ്ങനെ സെലക്ട് ചെയ്യാൻ ഭയങ്കര പാടുപെട്ടു. എല്ലാം എന്താ പറയുക, മുത്തുകളാണ്. അതിന് ഏത് പെറുക്കിയെടുക്കണം എന്ന് നമുക്ക് ഭയങ്കര കൺഫ്യൂഷനായിരുന്നു. അപ്പോൾ നെക്സ്റ്റ് പാട്ട് അമ്പലപ്രാവാണ് കേട്ടോ, ഫിലിം. ബാബുക്കിനെയാണ് മ്യൂസിക് ഡയറക്ഷൻ, ഭാസ്കരൻ മാഷാണ് എഴുതിയത്, എഗെയിൻ ജാനകിയമ്മയാണ് പാടിയത്. നിങ്ങൾക്ക് പിടികിട്ടിട്ടുണ്ടാവും. താനേ തിരിഞ്ഞും മറിഞ്ഞും തൻ താമരമെത്തയിലുരുണ്ടും ഉറക്കം വരാതെ മാനത്തു കിടക്കുന്നു മധുമാസ സുന്ദര ചന്ദ്രലേഖ. ആ പാട്ട് മിസ്റ്റേക്സ് ഉണ്ടാവും കേട്ടോ, കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ അത്ര പെർഫെക്റ്റ് ആയിട്ട് പാടുന്ന ഒരാളൊന്നും അല്ല, അതുകൊണ്ട് ക്ഷമിക്കണേ അറിയുന്നവർ. നെക്സ്റ്റ് പാട്ട് പടം കരുണ, ദേവരാജ മാഷാണ് സംഗീതം, എഴുതിയത് ONV കുറുപ്പ്, പാടിയത് നമ്മുടെ സുശീലാമ്മ. ഏത് പാട്ടാന്ന് പിടിയിട്ടിട്ടുണ്ടാവും അറിയുന്നവർക്ക്. എന്തിനീ ചിലങ്കകൾ, എന്തിനീ കൈവളകൾ, എൻ പ്രിയനിന്നരികിൽ വരില്ല എങ്കിൽ. ആ പാട്ട് ഇത് നല്ല രസമല്ലേ കേൾക്കാൻ. അടുത്ത പാട്ട് കുപ്പിവളയാണ് കേട്ടോ, ഫിലിം. ബാബുക്കയാണ് അഗെയിൻ മ്യൂസിക്. ഇതിലെന്താ പറ്റിയെന്നറിയോ, ഞാൻ സെലക്ട് ചെയ്യുന്ന എല്ലാ മിക്ക പാട്ടുകളും ബാബുക്കയാണ് സംഗീതം. അതങ്ങനെ ആയിപ്പോയതാണ്, ഞാൻ അല്ലാതെ സെലക്ട് ചെയ്തതല്ല. പിന്നെ എഴുതിയത് ഭാസ്കരൻ മാഷ്, പാടിയത് AM രാജ, സുശീലാമ്മ. പടത്തിൻ്റെ പേര് കുപ്പിവള, അത് പറഞ്ഞപ്പോഴേ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. കൺമണി നീയൻ കരം പിടിച്ചാൽ കണ്ണുകളെന്തിനു വേറെ. ആ പാട്ട് ഒന്നും മുഴുവനാകാത്ത എന്താണെന്നറിയോ, വീഡിയോ ലെങ്തി ആവും, അതുകൊണ്ടാട്ടോ, അല്ലാതെ എനിക്ക് പാടാൻ അറിയാഞ്ഞിട്ടല്ല. കൺഫ്യൂഷനുണ്ട് വരികളിൽ, എന്താ പറയുക, അതിൻ്റെ ട്യൂണൊക്കെ കൺഫ്യൂഷനാണ്. എനിക്ക് പഴയ പാട്ടുകൾ ചിലത് പാടുമ്പോൾ ട്യൂണൊക്കെ ഭയങ്കര കൺഫ്യൂഷൻ വരും, അതുകൊണ്ടാണ് അവിടെ വെച്ച് നിർത്തിയത്. സ്വരം നന്നാവുമ്പോൾ പാട്ട് നിർത്തുക എന്ന് പറയില്ലേ. അടുത്ത പാട്ട് ബാബുക്കയാണ് അഗെയിൻ മ്യൂസിക്, ഭാസ്കരൻ മാഷാണ് എഴുതിയത്, നമ്മുടെ ദാസേട്ടനാണ് പാടിയത്. പാടിയതാണെന്നറിയോ? പരീക്ഷ. മനസ്സിലായില്ലേ? ഒരു പുഷ്പം മാത്രമിൻ പൂങ്കുലയിൽ നിർത്താം ഞാൻ, ഒടുവിൽ നീത്തുമ്പോൾ ചൂടിക്കുവാൻ. ആ പാട്ട്
എന്ത് രസമല്ലേ. ബാബുക്കയുടെ മ്യൂസിക് ഇഷ്ടമില്ലാത്തവരാരാണല്ലേ. കോഴിക്കോടുകാരനാണ്. ഞാനിപ്പോൾ സംസാരിക്കുന്നത് കോഴിക്കോട്ട് നിന്നാണ്. ചെറിയൊരു എന്താ പറയുക, ചെറിയൊരു അഹങ്കാരമില്ലാതില്ല. അടുത്ത് സെയിം ആ ഫിലിമിൽ തന്നെയാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ അത് എക്സ്ട്രാ ഒരു പാട്ടായിട്ട് കൂട്ടിയിട്ടില്ല. അതിൻ്റെ കൂടെ തന്നെ പ്രാണസഖി ഞാൻ വെറുമൊരു പാമരനാം പാട്ടുകാരൻ, ആ പാട്ട്. അടുത്തത് പ്രേതങ്ങളുടെ താഴ്വരയാണ് ഫിലിം. ദേവരാജ മാഷാണ് സംഗീതം. നമ്മുടെ ഭാവഗായകൻ ജയചന്ദ്രൻ സാറാണ് പാടിയത്. ശ്രീകുമാരൻ തമ്പിയാണ് എഴുതിയത്. എൻ്റെ ഫേവറേറ്റ് പാട്ടാണ്. മലയാള ഭാഷ തൻ മാദക ഭംഗിനിൻ മലർമന്ദഹാസമായി വിരിയുന്നു. കിളികൊഞ്ചും നാടിൻ്റെ ഗ്രാമീണ ശൈലിനിൻ പുലീല കരമുണ്ടിൽ തെളിയുന്നു. ആ പാട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ആ പാട്ട്. നെക്സ്റ്റ് പാട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഈ പാട്ട് എന്താണെന്നറിയില്ല, ആ പാട്ടിനോട് ഭയങ്കര ഇഷ്ടമാണ്. അതിൻ്റെ ട്യൂണായിരിക്കാം അധികം എന്നെ ആകർഷിച്ചതെന്ന് ഞാൻ വിചാരിക്കാം. ദേവരാജ മാഷാണ് സംഗീതം. യൂസഫ് അലി കേച്ചേരിയാണ് എഴുതിയത്. ഇതറിഞ്ഞപ്പോൾ ഞാൻ പെട്ടെന്നൊന്ന് സർപ്രൈസ് ആയിപ്പോയിട്ടോ. ഇദ്ദേഹമാണോ ഈ പാട്ട് എഴുതിയതെന്ന്. പാടിയത് നമ്മുടെ ദാസേട്ടൻ. പടത്തിൻ്റെ പേരെന്താണെന്നറിയോ? ഇതാ ഇവിടെ വരെ. പടത്തിൻ്റെ പേര് എൻ്റെ അമ്മ ഇടയ്ക്കിടയ്ക്ക് പറയും. ആ ഒരു ഫിലിമിൻ്റെ പേര് നല്ല സ്റ്റൈലനായിട്ടുണ്ട്. ഇതാ ഇവിടെ വരെ പടത്തിൻ്റെ പേര്. പാട്ട് ഏതാണെന്നറിയോ? വെണ്ണയോ വെണ്ണിലാവുറഞ്ഞതോ വെളുത്ത പെണ്ണേ നിൻ്റെ പൂമേനി. എന്ത് രസം. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ആ പാട്ട്. എനിക്ക് ഒരു ശീലം ഉണ്ടായിരുന്നു FM-ലേക്ക് വിളിക്കുക എന്നുള്ളത്. എൻ്റെ കോൾ എടുക്കുകയും ചെയ്യുമായിരുന്നു. എന്നിട്ട് പലർക്കും എന്നോട് അസൂയായിരുന്നു. എന്നിട്ട് അവരിങ്ങനെ പറയും, ഞങ്ങളൊക്കെ ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കും, എടുക്കുകയില്ല. വെള്ളിയാഴ്ച നിങ്ങൾക്കറിയാലോ, അതിലേക്കാണ് ഞാൻ വിളിക്കുക. 10 മണിക്കാണ് അതിൻ്റെ പേര്. സത്യം പറഞ്ഞാൽ മറന്നുപോയി കേട്ടോ. അത് സത്യം പറഞ്ഞാൽ ഒന്നും ഓർമ്മയില്ല. അപ്പം അതിലേക്ക് ഞാൻ വിളിച്ചിട്ട് പാട്ടുകൾ ചോദിക്കുമായിരുന്നു. അപ്പം അങ്ങനെ ഞാൻ ഒരു വട്ടം ഈ പാട്ട് ചോദിച്ചു. അവരുടെ അടുത്ത് സ്റ്റോക്കില്ല. എന്നിട്ട് വേറൊരു പാട്ടാണ് എനിക്കായിട്ട് പ്ലേ ചെയ്ത് തന്നെ. വെണ്ണയോ വെണ്ണിലാവോ ഉറഞ്ഞതോ. നിങ്ങൾക്ക് ഇഷ്ടമാണോ പാട്ട്? നെക്സ്റ്റ് പാട്ട് വാഴയുമായം ഫിലിം. സത്യമാഷ്ട ഉഗ്രൻ ആക്ടിങ് കണ്ടിട്ടാണ് ഈ പാട്ടിനോട് അത്രയും എനിക്ക് സത്യം പറയാം ആരാധന ആയത്. ദേവരാജ മാഷാണ് സംഗീതം. വയലാർ രാമോർമ്മയാണ് എഴുതിയത്. നമ്മുടെ ദാസേട്ടനാണ് പാടി. നിങ്ങൾക്ക് മനസ്സിലായില്ലേ ഏതാ പാട്ടെന്ന്? സത്യമാഷ എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ചലനം 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 മാനവ ജീവിത പരിണാമത്തിൻ, ആ പാട്ട്. അതെനിക്ക് സത്യം പറഞ്ഞാൽ ലോ വോയിസിൽ പാടുമ്പോൾ അങ്ങോട്ട് എത്തില്ല. അതുകൊണ്ടാണ് കേട്ടോ നിർത്തി. അത്യുഗ്രൻ. എനിക്ക് സത്യമാഷ്ട ആക്ടിങ് അപ്പം എന്ത് രസമാണ്, എന്ത് പ്രൊഫഷണലാണ് അല്ലേ. ഒരു എന്താ പറയുക, നമുക്ക് വല്ലാതെ രോമാഞ്ചമൊക്കെ വരുമോ പാട്ട് കാണുമ്പോൾ. എനിക്ക് അത്ര ഇഷ്ടമാണ് ആ പാട്ട്. നെക്സ്റ്റ് അനുഭവം ഫിലിമിൻ്റെ പേര് കേട്ടോ. A.T. ഉമർ സാറാണ് ഇത് മ്യൂസിക് ഡയറക്ഷൻ. അടിപൊളിയാണ്. ദാസേട്ടനാണ് പാടിയത്. ബിജു തിരുമലയാണ് എഴുതിയത്. അപ്പോൾ ഏതാ പാട്ട് എന്ന് വെച്ചാൽ ജയഭാരതി അമ്മ. അയ്യോ എന്ത് രസമാണ്, എന്ത് ഭംഗിയാ. മുടി നല്ല മുടിയായിരുന്നു. പാട്ട് ഏതാന്ന് പറയാം. വാഗപ്പൂമരം ചൂടും വാരിളം പൂങ്കുലയ്ക്കുള്ളിൽ വാടകയ്ക്കൊരു മുറിയെടുത്തു വടക്കൻ തിന്നൽ, പണ്ടൊരു വടക്കൻ തിന്നൽ, വാതിലിൽ വന്നെത്തി നോക്കിയ, ആ പാട്ട് അടിപൊളിയല്ലേ. ആർക്കാ ഇഷ്ടമില്ലാത്ത ഈ പാട്ട്? പിന്നെ നെക്സ്റ്റ് ലാസ്റ്റ് വൺ ഏതാണെന്നറിയോ? ലാസ്റ്റ് വൺ എന്ന് പറയാൻ പറ്റില്ല, ഇനിയും മനസ്സിൽ ഒരുപാടുണ്ട്. വീഡിയോ ലെങ്തി ആയി പോകുന്നുള്ളതുകൊണ്ടാണ്. മനസ്വിനിയാണ് ഫിലിം. ബാബുക്കയാണ് എഗെയിൻ സംഗീതം. ഭാസ്കരൻ മാഷാണ് എഴുതിയത്. പാടിയത് ദാസേട്ടനും ജാനകിയമ്മയും. ഏതാ പാട്ടെന്നറിയോ?
പതിരാവായില്ല പൗർണമി കന്യയ്ക്ക് 17 18 പ്രായം. ആ പാട്ടില്ലേ, അത് യൂട്യൂബ് ഷോർട്സിലൊക്കെ ഇങ്ങനെ വരും, ചെറിയ ചെറിയ പോർഷനായിട്ട്. എന്ത് രസമാണത്. അപ്പോൾ ആ പാട്ട് എനിക്ക് മധു സാർ എത്ര മെലിഞ്ഞിട്ട് സുന്ദരനാണല്ലേ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കാര്യം പറയുമ്പോൾ എനിക്ക് എൻ്റെ അച്ഛനെ ഓർമ്മ വരും. കാരണം അച്ഛനെ ചെറുപ്പത്തിൽ എല്ലാവരും മധു എന്നാത്രേ വിളിച്ചിരുന്നേ. അച്ഛനൊരു സുന്ദരനായിരുന്നു എന്ന്. അപ്പം ഞാൻ കാണുമ്പോഴും അച്ഛൻ സുന്ദരനാണ്, പക്ഷെ ആ ചെറുപ്പത്തിലെ ഭംഗിയുണ്ടല്ലോ, ശരിക്കും മധുവിനെമാരിയായിരുന്നു എന്ന് പറയും. അപ്പം എനിക്ക് മധുസാറിനെ കാണുമ്പോൾ അച്ഛനെ ഓർമ്മ വരും, പക്ഷെ അച്ഛപ്പം ഇല്ല. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ വീഡിയോ. ഇപ്പം തന്നെ എത്രയായി? 11 മിനിറ്റ് ആവാൻ പോകുന്നു. ഞാൻ നിർത്തുകയാണ് കേട്ടോ കൂട്ടുകാരെ. ഇനി അടുത്തൊരു വീഡിയോയിൽ കാണാം. 80s സോങ്സ് ഒക്കെ ആയിട്ട് ഞാൻ വരാം കേട്ടോ. ബൈ. ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ, സപ്പോർട്ട് ചെയ്യണേ. ഓക്കെ, ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. താങ്ക് യു. പോട്ടെ, പിന്നെ കാണാം.